മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ചാപ്റ്റർ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കുകളാണ് നോക്കുക. കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന പ്ലേലിസ്റ്റ് നോക്കാം. അതിൽ മുൻപ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട എസ്സകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് നേരത്തെ തന്നെ നമ്മൾ ചെയ്ത ക്ലാസ്സിൽ ഹോറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഒപ്പം തന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് നമ്മൾ ഗ്രേപ്പ് വൈൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ സിലബസ് അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഇത് തന്നെയാണ്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. കമ്മ്യൂണിക്കേഷൻ ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് മെസ്സേജ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ. അപ്പോൾ ഒരാൾ ഒരു സന്ദേശം, ഒരു മെസ്സേജ് ഒരാൾ മറ്റൊരാളിലേക്ക് ഇങ്ങനെ കൈമാറുന്നതിന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, അല്ലേ? അപ്പോൾ പരസ്പരം സംസാരിക്കുന്നതിലൂടെ നമ്മൾ ആശയങ്ങളാണ് കൈമാറുക. ആ ഒരു സംസാരിക്കുന്ന ആ ഒരു പ്രവൃത്തി നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടി ഒന്ന് നോക്കി വയ്ക്കുക. കെയ്ത്ത് ഡാവിസിൻ്റെ ഒരു ഡെഫിനേഷനുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് പാസിങ് ഇൻഫർമേഷൻ. അത് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിവരങ്ങൾ കൈമാറുകയാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അങ്ങനെ വിവരങ്ങൾ കൈമാറുമ്പോൾ അത് കിട്ടുന്ന ആൾക്കത് മനസ്സിലാക്കുകയും ചെയ്യണം, അല്ലേ? അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാവുകയും ചെയ്യുമ്പോഴാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു ഡെഫിനേഷൻ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അത് എന്തൊക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് ധാരാളം ഇൻഫർമേഷൻ ആവശ്യമാണ്, അല്ലേ? നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ബേസിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രോപ്പർ ഷെയറിംഗ് ഓഫ് പ്ലാൻസ് ആൻഡ് മെസ്സേജ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട്, തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണല്ലേ. ദെൻ ബേസിസ് ഫോർ കോർഡിനേഷൻ. കമ്മ്യൂണിക്കേഷൻ കോർഡിനേഷനും ഏകോപനത്തിനും സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് സിങ്ക്രണൈസ് ആക്ടിവിറ്റീസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. ഒരു സ്ഥാപനത്തിലെ പല ആളുകളുടെ പ്രവർത്തികളെ സിങ്ക്രണൈസ് ചെയ്ത് ഒരുമിച്ച് കൂട്ടി ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും ഒരു ടീമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ദെൻ പ്രൊമോട്ട്സ് കോഓപ്പറേഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ്. അത് പരസ്പരമുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നു, ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കുന്നു, അല്ലേ? കമ്മ്യൂണിക്കേഷൻ ബിൽഡ്സ് കോഓപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റും എംപ്ലോയിയും തമ്മിൽ ഒരു പരസ്പര വിശ്വാസത്തിൽ അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പീസ്, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. then ഇൻക്രീസസ് മാനേജറിയൽ എഫിഷ്യൻസി. മാനേജർ എഫിഷ്യൻസിയും കൂട്ടുന്നു. അതായത് മാനേജേഴ്സ് കൺവേ ഇൻസ്ട്രക്ഷൻസ്, ഐഡിയാസ് ആൻഡ് ടാർഗറ്റ്സ് ത്രൂ കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് താഴെത്തട്ടിലുള്ള ജീവനക്കാരിലേക്ക് മാനേജേഴ്സ് അവർക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ, ഐഡിയാസ്, ഒപ്പം തന്നെ ടാർഗറ്റ്സ്, അല്ലേ, അവരുടെ ലക്ഷ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്, അല്ലേ? അപ്പോൾ നല്ലൊരു മാനേജർ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജറുടെ കഴിവുകൂടിയാണത്. then എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ. എംപ്ലോയീസിന് അവരുടെ സജഷൻസ്, അവരുടെ ഗ്രീവൻസ്, അവരുടെ സങ്കടങ്ങൾ, അവലാദികൾ, അവരുടെ കൺസേൺസ്, ഉത്കണ്ഠകൾ, ഇതൊക്കെ ടോപ്പ് ലെവലിലേക്ക് പറഞ്ഞെത്തിക്കുന്നത് എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷനിലൂടെയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ എംപ്ലോയീസിന് അവരുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. then എംഫസൈസ് ഓൺ എഫക്റ്റീവ് ലീഡർഷിപ്പ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട്സ് ലീഡർഷിപ്പ് ബൈ കണക്റ്റിംഗ് ലീഡേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. ഇപ്പോൾ നേതാക്കന്മാരെയും ഒരു സ്ഥാപനത്തിലാണെങ്കിൽ മാനേജേഴ്സിനെയും അവിടുത്തെ സബോർഡിനേറ്റ്സിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ലിങ്കായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആളുകൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകൾ തുടങ്ങിയ കാരണങ്ങൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഗൈഡൻസ് ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. then സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് ഫംഗ്ഷൻ ചെയ്തു പോകാൻ വേണ്ടി, അല്ലെ, കമ്മ്യൂണിക്കേഷൻ അലൈൻസ് ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സ് ടു മീറ്റ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ കൈവശമുള്ള ഫിസിക്കലായിട്ടുള്ള വിഭവങ്ങളും ഒപ്പം തന്നെ അവയെ കൺട്രോൾ ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സസും ഉണ്ട്, ആളുകളുണ്ടല്ലേ? അപ്പോൾ അവരെയൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒറ്റ ടീമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് അത് സഹായിക്കുന്നുണ്ട്. ദെൻ കോൺടാക്റ്റ് വിത്ത് ഔട്ട്സൈഡ് പാർട്ടീസ്. ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് കാര്യങ്ങൾ പറയണം, സപ്ലൈസുമായിട്ട് സംസാരിക്കണം, അല്ലേ, പബ്ലിക്കുമായിട്ട് സംസാരിക്കണം. അപ്പോൾ അങ്ങനെ ഔട്ട്സൈഡ് പാർട്ടീസുമായിട്ടുള്ള കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ അത് സഹായിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സും
എങ്ങനെയാണ് ഈ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക. ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങൾ എന്നാണോ അല്ലേ. അപ്പം നല്ലൊരു കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്, പിന്നീട് നമ്മൾ അതിനുശേഷം നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഈ ബാരിയേഴ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പോയിൻറ്റ്ഫുള്ളായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ബാരിയറായിട്ട് പറയുന്നത് ഫിസിക്കൽ ബാരിയേഴ്സാണ്. അതായത് നമ്മൾ രണ്ട് ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കുറേ ഡിസ്റ്റൻസിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് പരസ്പരം പറയുന്നത് മനസ്സിലാകണമെന്നില്ല അല്ലേ. അപ്പോൾ അതായത് ആ ലൊക്കേഷൻസ്, അവർ നിൽക്കുന്ന സ്ഥലം തമ്മിൽ എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത്, അത് പ്രധാനമായിട്ട് നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുമ്പോഴാണ് ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ ഫോൺ വിളിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതൊരു പ്രശ്നമല്ല. പക്ഷേ നേരിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫിസിക്കലായിട്ടുള്ള പ്രസൻസ്, എവിടെയാണ് രണ്ടുപേരും നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് പ്രധാനമാണ്. ഇൻഫർമേഷൻ ഓവർലോഡഡ്, അതായത് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് എത്തിക്കഴിയുമ്പോൾ മാനേജേഴ്സ് നൽകുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ, എക്സസീവ് ഇൻഫർമേഷൻ ഓവർവെൽംസ് മാനേജേഴ്സ്, ടോപ്പ് മാനേജ്മെൻറ്റ് താഴെത്തട്ടുള്ള മാനേജേഴ്സിനോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ ധാരാളം ഇൻഫർമേഷൻ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കും അല്ലേ. ഓവർവെൽംസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കോസിങ് മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓർ ഫോർഗെറ്റിംഗ്, പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സെമാൻറ്റിക് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഭാഷ, അതിപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ വ്യത്യസ്ത ജില്ലയിലുള്ള ആളുകൾ സംസാരിക്കുന്നത് പല ഭാഷ, അല്ലെങ്കിൽ മലയാളമാണെങ്കിലും അത് പല സ്ലാങ് ആണ് അല്ലേ. അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ അർത്ഥം വേറൊരു സ്ഥലത്ത് വേറെ ഒന്നായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സെമാൻറ്റിക് പ്രോബ്ലംസ്, ഭാഷാപരമായിട്ടുള്ള പ്രോബ്ലംസും ഉണ്ടാവാം. ക്ലിയർ, സിമ്പിൾ ആൻഡ് കൺസൈസ് കമ്മ്യൂണിക്കേഷൻ, വളരെ വ്യക്തമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചുരുക്കത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂ ഒക്കെ കുറയ്ക്കുന്നത്. ദെൻ പൂവർ ലിസണിങ്, അതായത് ഇത് കേൾക്കുന്ന ആൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം വരാം അല്ലേ. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അയാൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പൂവർ റിട്ടൻഷൻ, അയാൾ ഓർത്ത് വയ്ക്കാനുള്ള സാധ്യതയില്ല അല്ലേ. അപ്പം അത് കേൾക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരു പേഷ്യൻസോടെ, ശ്രദ്ധയോടെ, ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സോടും കാണിക്കേണ്ടതാണ് അല്ലേ. അങ്ങനെ കേൾക്കുന്നില്ല എങ്കിൽ പൂവർ ലിസണിങ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു തടസ്സമാണ്, ബാരിയറാണ്. ദെൻ ഫിൽറ്ററിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇൻഫർമേഷൻ ഈസ് മാനിപ്പുലേറ്റഡ് ടു പ്ലീസ് ദ റിസീവർ, ഓപ്പൺ ഡിസോർട്ടിങ് ഫാക്ട്സ്. അപ്പം നമ്മളൊരു ടോപ്പ് ലെവലിലൊരു മാനേജറോട് സംസാരിക്കാൻ പോകുന്നെങ്കിൽ ആ മാനേജർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ. നമ്മൾ അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഫേവർ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ, ഒരു പക്ഷേ നമ്മൾ യഥാർത്ഥത്തിലുള്ള വസ്തുത മറച്ചു വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ ഫിൽട്ടർ ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന എന്താണ് ആ കാര്യങ്ങൾ മാത്രം പറയുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയറാണ്. ദെൻ കൾച്ചറൽ ബാരിയേഴ്സ് പറയാറുണ്ട്. ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ്, സിമ്പിൾസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ഡ്യൂ ടു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തരും വളർന്നു വരുന്ന ആ ഒരു കൾച്ചർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും കമ്മ്യൂണിക്കേഷനിൽ മാറ്റം ഉണ്ടാവും അല്ലേ. അത് മറ്റുള്ള ആളുകൾക്കത് മനസ്സിലാകണമെന്നില്ല. ദെൻ സോഷ്യോ, ഒപ്പം തന്നെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ടാകാം. ഇത് സ്റ്റാറ്റസ് കോൺഷ്യസ്നെസ്, അതായത് ഇവിടെ ഒരാളുടെ സ്റ്റാറ്റസ്, ടോപ്പ് ലെവലിലുള്ളൊരു മാനേജർ, അപ്പോൾ അത്രയും സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന ഒരാൾ അവിടെ നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു വിമുഖത ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, സൊസൈറ്റിയൽ റോൾസ്, ഒരു സൊസൈറ്റിയിൽ അയാൾ ചെയ്യുന്ന ജോലി, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സാധാരണ ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊരു തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. ദെൻ ഇമോഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ആംഗ്രി അല്ലെങ്കിൽ ദേഷ്യത്തോടെ ഇരിക്കുക, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എൻകോഡ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാനോ ഡീകോഡ് ചെയ്യാനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കാനും അവരിൽ നിന്ന് സ്വീകരിക്കാൻ ഡീകോഡ് ചെയ്യാനൊക്കെ അത് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ. കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ, അതായത് ധാരാളം ഹൈറാർക്കിക്കൽ ലെവൽസ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, അതായത് പല ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ടെന്നാണ്, പല ഡിപ്പാർട്ട്മെൻറ്റുകളും പല തട്ടിലായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയും കമ്മ്യൂണിക്കേഷൻ ഡിസ്റ്റോർട്ടഡ് ആകാനുള്ള സാധ്യതയുണ്ട്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നില്ല. പൂവർ റിട്ടൻഷൻ, ലിമിറ്റഡ് മെമ്മറി, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, മെമ്മറി പവർ കുറയുക, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ കേട്ടുകൊണ്ടിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാകണമെന്നില്ല. ലോസ് ബൈ ട്രാൻസ്മിഷൻ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യമായിരിക്കില്ല അവസാനം കേൾക്കുന്ന ആൾ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അവിടെയും ലോസ് ഓഫ് ട്രാൻസ്മിഷൻ, കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പല ലെവലിലൂടെ കടന്നു പോകുമ്പോൾ കുറേശ്ശെ കമ്മ്യൂണിക്കേഷൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ടൈം പ്രഷർ ഒരു പ്രശ്നമാണ്. ഡെഡ് ലൈൻ കോസ് റഷ്ഡ് ഓർ ഇൻകംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ, വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ജോലിയാണ്. ഡെഡ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഫർമേഷൻ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാനുള്ള സമയം കിട്ടണമെന്നില്ല. അപ്പോൾ അതും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലമായിട്ട് വരുന്നു. ഇനി നമ്മൾ നോക്കുന്ന സ്ട്രാറ്റജീസ് ടു ഓവർകം ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷന് ഉള്ള ഈ ബാരിയേഴ്സ് അത് മറികടക്കാൻ വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമ്മൾ അവലംബിക്കേണ്ടതെന്നാണ് അത് സൂചിപ്പിക്കുക. എലിമിനേറ്റിംഗ് പെർസെപ്ഷൻ ഡിഫറൻസസ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്, ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്, ആ ഒരു മനസ്സിലാക്കൽ തമ്മിലുള്ള വ്യത്യാസം അല്ലെ, ഡിഫറൻസസ്, അത് പരമാവധി എലിമിനേറ്റ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക.
അതായത് റിക്രൂട്ട് സ്യൂട്ടബിൾ ഇൻഡിവിജ്വൽ ആൻഡ് പ്രൊവൈഡ് പ്രോപ്പർ ട്രെയിനിങ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആളുകൾ എടുക്കുമ്പോൾ തന്നെ അനുയോജ്യമായിട്ടുള്ള ആളുകൾ എടുത്തിട്ട് അവർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും ഒപ്പം തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാമും കൊടുക്കണം. ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരാളെ പുതിയതായിട്ട് ജോലിക്ക് എടുത്ത് കഴിയുമ്പോൾ അവർക്ക് നൽകുന്ന ആദ്യത്തെ ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പോളിസിയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ. ദെൻ യൂസ് സിമ്പിൾ ലാംഗ്വേജ്. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വളരെ കട്ടികൂടിയ ലാംഗ്വേജുകൾ ഉപയോഗിക്കാതെ നമ്മൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക. അവോയ്ഡ് അൺആംബിഗസ് ടേംസ് ഓർ ജാർഗൺ. അവ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കട്ടിയായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക അല്ലേ. സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കണം. ദെൻ ടു റെഡ്യൂസ് നോയ്സ് ലെവൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ള ഡിസ്റ്റർബൻസുകളും മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള നോയ്സുകളൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സോഴ്സ് ഓഫ് നോയ്സ് അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, ഒഴിവാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ദെൻ ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം അല്ലേ. ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ജസ്റ്റ് ഹിയർ. ജസ്റ്റ് വെറുതെ കേട്ടാൽ പോരാ, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി വളരെ അറ്റൻറ്റീവായിട്ട് ഇരിക്കുകയും വേണം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫക്റ്റീവ് ആകും. ദെൻ കൺട്രോൾ ഇമോഷണൽ സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞു ഇമോഷണലായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ, അതായത് വളരെ ആംഗ്രി ആയിട്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഏതെങ്കിലും എക്സൈറ്റ്മെൻറ്റിൽ വലിയ സന്തോഷത്തിലിരിക്കുന്ന സമയം, അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആളുകൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ കമ്പോഷർ ആൻഡ് യൂസ് അപ്രോപ്രിയേറ്റ് ബോഡി ലാംഗ്വേജ് ടു എൻഷുർ ക്ലാരിറ്റി അല്ലേ. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഇമോഷണലായിട്ടുള്ള അധികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ദെൻ അവോയ്ഡ് ഇൻഫർമേഷൻ ഓവർലോഡ്. അതായത് കൂടുതൽ ഇൻഫർമേഷൻ ഒരാളിലേക്ക് പെട്ടെന്ന് എത്തുമ്പോൾ ആ ഇൻഫർമേഷനിൽ അയാൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാതെ ആവശ്യത്തിലുള്ള ഇൻഫർമേഷൻ മാത്രമേ ഒരാൾക്ക് കൈമാറാൻ പറ്റുകയുള്ളൂ. ഓവറായിട്ടുള്ള ഇൻഫർമേഷൻ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ദെൻ പ്രൊവൈഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അത് ഒരാൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് അഭിപ്രായം തേടി അത് മനസ്സിലാക്കുന്നതാണല്ലേ ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവ് മാനറിൽ, അതായത് നെഗറ്റീവ് ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം അവർ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള സംസാരവും പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇതിനൊക്കെ സഹായിക്കും. ദെൻ സെലക്ട് പ്രോപ്പർ മീഡിയ. നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി നമുക്ക് ഏതാണോ കൃത്യമായിട്ടുള്ള മീഡിയം അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം അല്ലേ. ഉദാഹരണത്തിന് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ് സിമ്പിൾ മെസ്സേജൊക്കെ പറയാൻ വേണ്ടി, സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് നേരിട്ട് പറയാം അല്ലേ, ഫേസ് ടു ഫേസ്. അല്ലെങ്കിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അത് പിന്നീട് അവർക്ക് റെഫർ ചെയ്യാൻ സാധിക്കും അല്ലേ. റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ നല്ലത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ ടാർഗറ്റ്സ്. അപ്പോൾ നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾക്ക് ടാർഗറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലേ. എൻഷുർ ടാർഗറ്റ്സ് ആർ മെറ്റ് വിതൗട്ട് ബൈപാസിംഗ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അവോയ്ഡ് പുട്ടിംഗ് അൺഡ്യൂ പ്രഷർ ഓൺ എംപ്ലോയീസ് ടു മീറ്റ് ദർ ടാർഗറ്റ്. അപ്പോൾ ഒരാളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അമിതമായിട്ട് അയാളെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്കൊരു പക്ഷേ ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് അവിടെ നടക്കണമെന്നില്ല അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് ഇതിൽ പഠിക്കേണ്ടത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനത്തിൽ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത്തരത്തിലുള്ള കണക്ഷൻസൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഇത്തരത്തിലുള്ള ഇൻ്റർപേഴ്സണൽ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു സ്കില്ല് എല്ലാവരും സ്വായത്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ മാസ്റ്ററിങ് ദീസ് സ്കിൽസ് അലൗസ് ദ ഇൻഡിവിജ്വൽ ടു കൺവേ ദർ തോട്ട്സ് ക്ലിയർലി, ലിസൺ ആക്റ്റീവ്ലി ആൻഡ് ബിൽഡ് റാപ്പോർട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർപേഴ്സണൽ സ്കില്ലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അവർ വളരെ ക്ലിയറായിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്യും അല്ലേ. ലിസൺ ആക്റ്റീവ്ലി ആൻഡ് ബിൽഡ് റാപ്പോർട്ട്. അങ്ങനെ പരസ്പരം ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പരസ്പരം ഒരു ബോണ്ടേജ് അവിടെ ഉടലെടുക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇൻ്റർപേഴ്സണൽ സ്കില്ല് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മറ്റുള്ള ആളുകളോട് സംസാരിക്കാനുള്ള കഴിവ്, അതുവഴി മറ്റുള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിനാകാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ഇൻ്റർപേഴ്സണൽ സ്കിൽ അല്ലെങ്കിൽ പീപ്പിൾ സ്കിൽ എന്നൊക്കെ അതിന് പറയാറുണ്ട്. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻ്റർപേഴ്സണൽ സ്കില്ലുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, അപ്രോപ്രിയേറ്റ് ടോണിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ടോണ് സൗണ്ടിൻ്റെ മോഡുലേഷനൊക്കെ വരുത്തിക്കൊണ്ട് മെസ്സേജ് പരമാവധി ക്ലാരിറ്റിയോടുകൂടി കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. രണ്ടാമത്തെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അതിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് വരുന്നത്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷന്, നമ്മുടെ ജെസ്റ്റേഴ്സ് ആൻഡ് ഐ കോൺടാക്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരിക്കണം. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെ കൂടുതലായിരിക്കും. ദെൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട്, ഗ്രാമറും സ്ട്രക്ചറെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. ദെൻ ആക്റ്റീവ് ലിസണിങ് അത്യാവശ്യമാണ്.
നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഫുൾ അറ്റൻഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ അതിനിടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇൻ്റർപേഴ്സണൽ സ്കില്ല് കൂട്ടാൻ വേണ്ടി സാധിക്കും. ദെൻ ഡിപ്പെൻഡബിലിറ്റിയാണ് മറ്റൊരു കാര്യം. റെഫേഴ്സ് ടു ബീങ് റിലയബിൾ, ട്രസ്റ്റ് വർത്തി ആൻഡ് കൺസിസ്റ്റൻറ്റ്. നമ്മൾ മറ്റൊരാൾക്ക് അപ്രോച്ചബിൾ ആണ്, നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നൊക്കെ തോന്നുന്ന ഒരു അങ്ങനെ രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം, അല്ലേ? നമ്മളങ്ങനെ ആയിരിക്കണം. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ ഡിപ്പെൻഡബിൾ ഇൻഡിവിജ്വൽസ് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്, മാനേജ് ടൈം എഫക്റ്റീവ്ലി ആൻഡ് ഫുൾഫിൽ കമ്മിറ്റ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഡിപ്പെൻഡബിൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ, അതായത് നമുക്ക് മറ്റുള്ളവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ഒരു മാനേജർ ആണെങ്കിൽ ആ മാനേജർ സെറ്റ് ചെയ്യുന്ന ഗോൾ അത് റിയലിസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടൈമൊക്കെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യും, അല്ലേ? അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പെൻഡബിലിറ്റി ഉണ്ടായിരിക്കുന്നതും ഇൻ്റർപേഴ്സണൽ സ്കില്ലിന് അത്യാവശ്യമാണ്. ദെൻ എമ്പതിയാണ് മറ്റൊരു കാര്യം പറയുക. ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് അതേഴ്സ് ഫീലിംഗ്സ് ആൻഡ് പെർസ്പെക്റ്റീവ്. അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സ്, അവരുടെ കാഴ്ചപ്പാടുകൾ അത് മനസ്സിലാക്കാനുള്ള ഒരാളുടെ കഴിവിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്, അല്ലേ? എസ്പെഷ്യലി നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവിനെയാണ്, അല്ലേ? അവരുടെ വശത്തു നിന്ന്, അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മളൊരു കാര്യത്തെ നോക്കിക്കണ്ടുകൊണ്ട് അവരുടെ ആ കാര്യം എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എമ്പതി എന്ന് പറയുന്നത്, അല്ലേ? ദെൻ ലീഡർഷിപ്പ് മറ്റൊരു കാര്യമാണ്. ഇത് എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ഗൈഡ് അതേഴ്സ് ത്രൂ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലീഡേഴ്സ് ആകും. ഒരു ലീഡർ എന്ന് പറയുന്ന ആൾ എഫക്റ്റീവായിട്ട് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന ആളായിരിക്കണം, അല്ലേ? കോൺഫ്ലിക്റ്റിൽ ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയും നമുക്ക് ഇൻ്റർപേഴ്സണൽ സ്കില്ലിന് ആവശ്യമാണ്. ദെൻ ടീം വർക്ക്. നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പരസ്പരമുള്ള ഐഡിയാസൊക്കെ ഷെയർ ചെയ്ത് വർക്ക് ചെയ്യും, അല്ലേ? ഒരു കൊളാബറേഷനിലൂടെ വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ടീം വർക്ക് എൻഹാൻസസ് കോപ്പറേഷൻ, ഫീഡ്ബാക്ക് എക്സ്ചേഞ്ച് ആൻഡ് കളക്റ്റീവ് സക്സസ്. അപ്പോൾ നമ്മൾ ടീം ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർപേഴ്സണൽ സ്കില്ല് ആവശ്യമാണ്, ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരസ്പരമുള്ള സഹകരണം, ഫീഡ്ബാക്ക് എക്സ്ചേഞ്ച്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങൾ നമ്മൾ തീരുമാനത്തിലെത്തുക. അപ്പോൾ അത്ര കളക്റ്റീവായിട്ടുള്ള സക്സസ്, ഒരുമിച്ച് വിജയത്തിലേക്ക് നീങ്ങുക. അപ്പോൾ ടീം വർക്ക് എന്ന് പറയുന്നതും ഇൻ്റർപേഴ്സണൽ സ്കില്ല് ഉള്ള ആളുകൾക്ക് ആ കാര്യത്തിലും കഴിവുണ്ടായിരിക്കും. ദെൻ ബിൽഡിംഗ് റാപ്പോർട്ട്, പരസ്പര വിശ്വാസം, പരസ്പര സഹകരണത്തിലൂടെ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ ഒരു കോമൺ ഗ്രൗണ്ടിൽ നമ്മൾ പരസ്പരം റിലേഷൻഷിപ്പിലായി അല്ലെങ്കിൽ ഫ്രണ്ട്ലി നേച്ചറിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. യൂസിങ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരാളെ നമ്മൾ പോസിറ്റീവായിട്ട് അയാളെ ആ കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ജെനുവിനായിട്ടുള്ള ഇൻട്രസ്റ്റ് അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ഓപ്പൺനെസ് ടു ഫീഡ്ബാക്ക്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി എന്താണ്, ഫീഡ്ബാക്ക് എന്താണെന്ന് കൂടി നമ്മൾ എടുക്കേണ്ടതാണ്. അക്സെപ്റ്റിംഗ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഗ്രേസ്ഫുള്ളി. അതായത് നമുക്ക് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, ഒപ്പം തന്നെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. ഒരാളെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ നൽകുന്ന ഒരു ക്രിറ്റിസിസമാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്, അല്ലേ? ഡിസ്ട്രക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം അയാളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അയാൾ പറയുന്നതിന് മനഃപൂർവ്വം ഖണ്ഡിക്കണം എന്ന രീതിയിൽ പറയുന്ന ഒരു ക്രിറ്റിസിസമാണ് ഡിസ്ട്രക്റ്റീവ്. അപ്പോൾ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ ഗ്രേസ്ഫുള്ളി സന്തോഷത്തോടെ സ്വീകരിക്കണം, അല്ലേ? നമ്മുടെ ഭാഗത്തുനിന്ന് കറക്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ദിസ് ആറ്റിറ്റ്യൂഡ് ഫോസ്റ്റേഴ്സ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രൊഫഷണലായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ അത് സഹായിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. എസ്സേ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കേസ് സ്റ്റഡി ബേസ് ആയതുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് പറയുന്നത്, അതിൻ്റെ ബാരിയേഴ്സ്, ഒപ്പം തന്നെ അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇൻ്റർപേഴ്സണൽ സ്കില്ല് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.